രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം. ഹർജി ഇന്ന് ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ വിജി അരുൺ, S മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. കോൺഗ്രസ് പ്രവർത്തക ആബണി ബൻസാൽ, ബാംഗ്ലൂർ സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ മറച്ചുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഇത് സംബന്ധിച്ച് വരണാധികാരിക്ക് പരാതി നൽകി. എന്നാൽ വരണാധികാരി നടപടി സ്വീകരിച്ചില്ല. സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് വരണാധികാരി പത്രിക സ്വീകരിച്ചതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്.